എന്തിനായിട്ട് ഈ തോട്ടിപ്പണിക്കാരെയൊക്കെ കല്യാണത്തിന് വിളിക്കുന്നേ? നീ പതുക്കെ പറയലേക്കും. അങ്ങനെ പറഞ്ഞ കാര്യം നടക്കുമോ? ആൾക്കാരെങ്കിലും വന്നിരുന്ന് ഫുഡ് കഴിക്കുമോ ഇയാളുടെ കൂടെ? ആൾക്കാർക്ക് അറപ്പായിരിക്കും ഇയാൾ വന്നിരുന്ന് കഴിഞ്ഞാൽ. അയാളെ ഒന്ന് കല്യാണത്തിന് വിളിക്കണ്ട. തോട്ടിപ്പണിക്കാരാണെന്ന് അയലത്തുള്ള ആളെങ്ങനെ വിളിക്കാതിരിക്കുന്നത്? എന്നാ പിന്നെ ഒരു കാര്യം ഞങ്ങളുടെ അടുത്ത് ഒക്കത്തോട്ട് വെക്ക്. ആ പണിസാധനമൊക്കെ കൊണ്ടുപോകാനുണ്ടല്ലോ. ചേട്ടാ പുറകോട്ടൊക്കെ അവിടെ ടാങ്ക്. അപ്പോൾ അതൊന്ന് കോരി വൃത്തിയാക്കിയിട്ടേ മണ്ണൊക്കെ ഇട്ടേക്കണം. വീട്ടിനകത്ത് നിൽക്കാൻ വയ്യ സ്മെല്ല് കൊണ്ട്. അടുത്ത ആഴ്ച കല്യാണം. മിക്കവാറും അവിടെ മറ്റേ പന്തലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം പൈസ ഒരു പ്രശ്നമല്ല. ഒന്ന് നടക്കട്ടെ. മോനെ കുഴി കുറച്ച് വലുതാക്കണം. എന്നാൽ മാത്രമേ അതൊക്കെ കോരി ഒഴിക്കാൻ പറ്റത്തില്ല ഇതിനകത്ത്. ചേട്ടൻ എങ്ങനെ ചെയ്തോ. മോനെ ആ ചേട്ടാ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. നല്ലതായിട്ട് ബുദ്ധിമുട്ടില്ലയോ? അവിടെ പിള്ളേർ ആ വേസ്റ്റ് കൊണ്ടിട്ടിരുന്നോണ്ടാ. പിന്നെ എത്ര ആയിരുന്നു? 5000 രൂപ. 5000 മതിയോ? മതി. ഇപ്പോൾ വണ്ടിക്കാരായിരുന്നെങ്കിൽ 10,000 രൂപ കൊടുക്കേണ്ടി വന്നത്. ഇപ്പോൾ ചേട്ടനും അടുത്തുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരെ വിളിക്കാഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. ഒരു 7000 ഗൂഗിൾ പേ ചെയ്തേക്കാം. അയ്യോ വേണ്ട മോനെ, 7000 നമ്മുടെ 5000 രൂപ ഇട്ടാൽ മതി. ചേട്ടാ ഏട്ടനൊന്നും പറയണ്ട, ഞാൻ കണ്ട ഏട്ടൻ്റെ കട്ടപ്പാട്. ഒരു 7000 ഞാൻ ഇടും, മോൻ്റെ അക്കൗണ്ട് ഇട്ടേക്കാം. പിന്നെ അറിയാമല്ലോ അവൻ്റെ കല്യാണമാണ്, ഞാൻ അവിടെ വന്ന് വിളിക്കാമായിരുന്നു. ചേട്ടാ എന്തോ അടി പോയി ഒറ്റ മിനിറ്റ്. എന്താടി എന്തിനായിട്ട് ഈ തോട്ടിപ്പണിക്കാരെയൊക്കെ കല്യാണത്തിന് വിളിക്കുന്നേ? അതൊക്കെ പണിയല്ലേ ഏക്കും. അങ്ങനെ പറഞ്ഞ കാര്യം നടക്കുമോ? ആൾക്കാരെങ്കിലും വന്നിരുന്ന് ഫുഡ് കഴിക്കുമോ ഇയാളുടെ കൂടെ? ആൾക്കാർക്ക് അറപ്പായിരിക്കും ഇയാൾ വന്നിരുന്ന് കഴിഞ്ഞാൽ. അയാളെ ഒന്ന് കല്യാണത്തിന് വിളിക്കണ്ട. നമ്മുടെ തൊട്ടയത്തുള്ള ആളല്ലേ, അയാളെങ്ങനെ പറയാതിരിക്കുന്നേ? എന്നാ പിന്നെ ഒരു കാര്യം ഞങ്ങളുടെ അടുത്ത് ഒക്കത്തോട്ട് വെക്ക്. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ആ ചേട്ടാ പോകണം. ആ പോവാ മോനെ. മോൻ്റെ ഭാര്യ പറയുന്നത് ഞാൻ കേട്ടു. മോനും മോൻ്റെ അനിയനെയും ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്നു. മോൻ്റെ ഭാര്യ പറഞ്ഞത് ശരിയാ മോനെ. മോനല്ലാതെ ഈ തോട്ടിപ്പണിക്കാരനെ എന്നെ ആര് കല്യാണത്തിന് വിളിക്കാനാണ്? ഞങ്ങളിവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത് എല്ലാവർക്കും അറപ്പും വെറുപ്പാണ് മോനെ. പക്ഷേ ഈ പണി ചെയ്യാൻ ഞങ്ങളെ വേണം. ആഹാരം നിന്നിട്ട് അവിടെ നിന്ന് കൈ പിടിച്ച് എഴുതിപ്പിച്ച് വിടുന്നതിനേക്കാളും നല്ലത് നേരത്തെ പറഞ്ഞതാണ് മോനെ.